മധ്യകാല കേരളത്തെക്കുറിച്ച് എഴുതിയ വിദേശ സഞ്ചാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാഹുവാൻ്റെ വിവരണങ്ങളാണ്. 1406-നും 1433-നും ഇടയിൽ 7 പ്രാവശ്യം കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെത്തിയ ചൈനീസ് വ്യാപാര സംഘത്തിലെ ഔദ്യോഗിക ചരിത്രകാരനായിരുന്നു മാഹുവാൻ. കെ.പി. പത്മനാഭ മേനോൻ തൻ്റെ കൊച്ചി രാജചരിത്രത്തിൽ പറയുന്നത് മാഹുവാനാണ് കൊച്ചിയെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി എന്നാണ്. മാഹുവാൻ കൊച്ചിയെക്കുറിച്ച് ശ്രദ്ധേയമായ പല കാര്യങ്ങളും പറയുന്നു. കൊച്ചിയിലെ ജനങ്ങൾ തെങ്ങിൻ്റെ ഓല കൊണ്ട് മടഞ്ഞ വീടുകളിലാണ് താമസിക്കുന്നത്. കൊച്ചിയിലെ ജനങ്ങളെ അദ്ദേഹം 5 തരംതിരിക്കുന്നു. ആദ്യത്തേത് നാൻകുൻ. നാൻകുൻ എന്നത് നമ്പൂതിരിമാരെയാണ് മാഹുവാൻ ഉദ്ദേശിക്കുന്നത്. അവർ ശരീരത്തിൽ ഒരു നൂല് ധരിക്കുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തേത് മുസ്ലിമുകളാണ്. മൂന്നാമത്തേത് ചെട്ടികളാണ്. അവരാണ് സമ്പന്നരും അവരാണ് സ്വത്തുള്ളവരും. നാലാമത്തേത് കോലി, അവർ ഇടത്തരക്കാരാണ്. അഞ്ചാമത്തതാണ് ഏറ്റവും പാവപ്പെട്ടവർ മുക്കുവർ. അവർ മീൻ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ രാജ്യത്തെ, അതായത് കൊച്ചി രാജ്യത്തെ രാജാവ് ബുദ്ധമത വിശ്വാസിയാണെന്ന് മാഹുവാൻ പറയുന്നു. മാഹുവാൻ എന്ന ചൈനീസ് സഞ്ചാരിക്ക് ക്ഷേത്രത്തിൽ പോയി വിഗ്രഹാരാധന നടത്തുന്ന എല്ലാ ആളുകളും ബുദ്ധമതക്കാരാണ്. സാമൂതിരിയെക്കുറിച്ചും ഇതേ വിവരണം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കൊച്ചി രാജ്യത്തെ രാജാവ് 90% ശുദ്ധിയുള്ള സ്വർണം കൊണ്ടാണ് നാണയങ്ങൾ അടിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. മാഹുവാൻ എത്തിച്ചേർന്നിരുന്ന 15-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പ്രധാന തുറമുഖ നഗരങ്ങളായിരുന്നു കൊല്ലവും കൊച്ചിയും കോഴിക്കോടും. കൊച്ചിയെക്കുറിച്ച് മാഹുവാൻ പറയുന്ന പല കാര്യങ്ങളും കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോഴും ആവർത്തിക്കുന്നു.